ഇങ്ങനൊരു പോസ്റ്റ് കാണാനിടയായി. ഇതിൽ പറയുന്നത് ജിൻഡോയ്ക്ക് ഇപ്പോഴും ജാസ്മിനോട് പകയാണ്. അതിൻ്റെ പേരിലാണ് ടിക്കറ്റ് ടു ഫിനാലയുടെ ആദ്യത്തെ ടാസ്കിൽ ജാസ്മിനെ മനഃപൂർവ്വം പുറത്താക്കിയതെന്ന്. അങ്ങനെ മനഃപൂർവ്വം പുറത്താക്കിയതാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഗെയിമാണ് മിസ്റ്റർ. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഈ ഒരു ഷോയിൽ എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെക്കാൾ മുന്നിലെത്തി കപ്പടിക്കാനേ എല്ലാവരും നോക്കുള്ളൂ. അതിനുവേണ്ടി സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ജെനുവിൻ ബോണ്ട് അതിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആർക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിനെ തോൽപ്പിച്ചു. ജാസ്മിൻ ഒരു നല്ല ഗെയിമറായിട്ട് മേ ബി കയറി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ജിൻഡോ മനഃപൂർവ്വം ജാസ്മിനെ തോൽപ്പിച്ചത്. പക്ഷേ പിന്നീടായിരിക്കും ജിൻഡോക്ക് മനസ്സിലായത് ജാസ്മിൻ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ പവർഫുള്ളായിട്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ഗെയിമിൽ ജാസ്മിൻ ഒരു വട്ടപൂജ്യമാണെന്ന് ഇപ്പോഴത്തെ ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ച ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത്. ജിൻഡോ അത്ര ക്വാളിറ്റിയുള്ള ബെസ്റ്റ് ഗെയിമറൊന്നും പറയുന്നില്ല. എന്നാലും ജാസ്മിനേക്കാൾ കപ്പ് നേടാൻ യോഗ്യത അവിടെയുള്ള ഒരാളിൽ ജിൻഡോ ആണ്